കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം കേരളീയ കലകൾ സംരക്ഷിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ച കേരള കലാമണ്ഡലം. അപ്പം ആരാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? വള്ളത്തോൾ നാരായണ മേനോൻ. എന്തിനാണ് സ്ഥാപിച്ചത്? കേരളീയ കലകൾ സംരക്ഷിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ചത് കേരള കലാമണ്ഡലം. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം എവിടാ സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. ഏത് ഗ്രാമത്തിലാണ്? ചെറുതുരുത്തി ഗ്രാമത്തിലാണ്. ഇനി എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴയുടെ തീരത്ത്. ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തി ഗ്രാമത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. 1930 നവംബർ 9 കലാമണ്ഡലം പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ ഇതെന്നാ സ്റ്റാർട്ട് ചെയ്തത്? 1930 നവംബർ 9. 1930 നവംബർ 9. ഇത് കണ്ടോ? ഇതിൻ്റെ പടം കണ്ടോ? കലാമണ്ഡലത്തിൻ്റെ പടമാണ് ഇത്. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് അവിടെ വള്ളത്തോൾ നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റേഷനൊക്കെ, കൊച്ചു സ്റ്റേഷനൊക്കെ കാണാം. അപ്പോൾ കൂട്ടുകാരൊക്കെ പോകുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ പറ്റുന്നവരൊക്കെ പോകുക. നമ്മുടെ കലകളൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് അല്ലേ? അപ്പം മണക്കുളം മുകുന്ദരാജാവിൻ്റെ സഹായത്തോടെ മഹാകവി ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലാണ്. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, ചാക്യാർകൂത്ത്, പഞ്ചവാദ്യം തുടങ്ങിയ കലകൾ ഇവിടെ അഭ്യസിപ്പിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്? കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, ചാക്യാർകൂത്ത്, പഞ്ചവാദ്യം തുടങ്ങിയ കലകൾ ഇവിടെ അഭ്യസിപ്പിക്കുന്നു. കേരള കലാമണ്ഡലം ഇപ്പോൾ കൽപ്പിത സർവകലാശാലയാണ്. ഒരു കൽപ്പിത സർവകലാശാലയാണ് എന്ത്? കേരള കലാമണ്ഡലം ഇപ്പോൾ. ആരാണ് സ്ഥാപിച്ചത്? വള്ളത്തോൾ നാരായണ മേനോൻ. മനസ്സിലായല്ലോ?